الصلاة والسلام على أشرف المرسلين وآل كل الصحابة أجمعين. أما بعد، قال النبي صلى الله عليه وسلم: مثقال ذرة من كبر صدق رسول الله. അല്ലാഹുവിന്റെ പവിത്രമായ സഫർ നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ആധികാരികമായ മാസത്തിലാണ് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്നത്. അല്ലാഹു എല്ലാവരുടെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടങ്ങളും COVID-19 പോലുള്ള മാരക വിപത്തുകളും അല്ലാഹു എല്ലാവരെ തൊട്ടും അല്ലാഹു കാവലാളാക്കട്ടെ, അത് കാത്തുരക്ഷിക്കുമാറാകും. സേവനങ്ങളില്ലാതെ വേദനകളില്ലാതെ കഴിയുന്ന ഒരുപാട് ജനങ്ങൾ, അതുപോലെ ഉസ്താദുമാർ, എല്ലാവർക്കും അർഹമായ വേദനയും സേവനവും ഒക്കെ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകും. സഹോദരങ്ങളെ, ഇന്ന് അഹങ്കാരം, അതുപോലെ ഉൾനാട്യം, അതുപോലെ വിനയമില്ലായ്മ, നാം എല്ലാമാണെന്നുള്ള ചിന്താഗതിയിൽ മനുഷ്യൻ ആകെ ജീവിച്ചു പോവുകയാണ്. നാം ഉൾപ്പെടെയുള്ളവർ അങ്ങനൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഒരു സാഹചര്യമാണ് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വസ്തുനിഷ്ഠമായി പഠിപ്പിച്ച ഒന്നാണ്. അതേ, എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതെന്നറിയാമോ? വിനയം കാണിക്കുന്നവനെ അല്ലാഹു ഉയർത്തു, അഹങ്കാരം കാണിക്കുന്നവനെ നശിപ്പിക്കുമെന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഫറവമാരും തലകളുടെ നാളുകളിൽ ഈ ഭൂലോകത്തൊന്നുമല്ലാതായത് എന്ന് ചിന്തിക്കണം. ഞാൻ ഉൾപ്പെടെ ചിന്തിക്കണം, നിങ്ങൾ ഉൾപ്പെടെ ചിന്തിക്കണം, മാനവ സമൂഹം ഉൾപ്പെടെ ചിന്തിക്കണം. അങ്ങനെ ചിന്താധാരണ മനസ്സിലേക്ക് കൊണ്ടുവരണം. അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമാക്കി പഠിപ്പിച്ചതാണ്, ഹദീസ് വ്യക്തമാക്കി പഠിപ്പിച്ചതാണ്. മാനവ സമൂഹം അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും അവതരിപ്പിക്കേണ്ടതും എന്തൊക്കെയാണ് എന്നുള്ള വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ. ഇന്ന ഫതഹ്നാ ലക ഫതഹൻ മുബീനാ. ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്, നിശ്ചയമായും എല്ലാത്തിനും വിജയമുണ്ട്. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ. റബ്ബിൽ നിന്നുള്ള വിജയമാണ് ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ വിജയം, പടപ്പാട്ടിന്റെ വിജയം, വല്ലാത്ത അനുഗ്രഹത്തിന്റെ വേരോട്ടത്തിന്റെ വിനയം. ഇന്ന് വിനയം കാണിക്കുന്നവർ അവർ വളരെ വളരെ വിദൂരത്തിൽ ചിന്തിക്കുന്ന ഒരു സമൂഹമായി, നല്ല പ്രവൃത്തികൾ ചിന്തിക്കുന്നവരെ തെറ്റിദ്ധരിക്കുന്ന പൊന്നിന്റെ മേലെ കൈവെക്കുന്ന കാര്യമായി ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞതാണ്, വിനയത്തിനോടുള്ള സമീപനം കാരണം അവനെ അല്ലാഹു തആല ഉയർത്തുമെന്നാണ്. ഉന്നതികളിൽ നിന്ന് ഉന്നതികളിലേക്ക് അവൻ ജനങ്ങളുടെ മുമ്പിൽ ഒന്നുമില്ലാതെ, അവൻ ജനങ്ങളുടെ മുമ്പിൽ ഒരുവനുമല്ലാതെ, അവൻ ജനങ്ങളുടെ ജീവിക്കുന്നവനെ അല്ലാഹു ഉയർത്തുമെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയല്ലേ. എന്നാൽ വിനയം വല്ലാത്ത ദൂരത്തിലാകുന്നു, വിട്ടുവീഴ്ചകൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു, ഉളവുകൾ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. മനുഷ്യന് എന്തിന്റെ പേരിൽ? പണം നഷ്ടപ്പെടുന്നതിന്റെ പേരിൽ, അധികാരം നഷ്ടപ്പെടുന്നതിന്റെ പേരിൽ അതെല്ലാം ദുർവിനിയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനില്ല, അയൽപക്ക ബന്ധങ്ങൾ പോലും സുദീർഘമല്ലാത്തൊരു മാർഗമായി ലോകം ചിത്രീകരിക്കുന്നു. അവന്റെ വളർച്ച എങ്ങനെയെന്ന്, പണക്കാരനെങ്ങനെ പണക്കാരനാകുന്നു, പാവപ്പെട്ടവനെങ്ങനെ താഴോട്ട് പോകുന്നെന്ന് പണക്കാരൻ ചിന്തിക്കുന്നില്ല. അവനവന്റെ പണത്തിന്റെ മേൽ അതേ എല്ലാ വിധമായ പാച്ചിലുകളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതേ ഒഴുകുന്നൊരവസ്ഥയിലേക്ക് ജാരിയായ സഞ്ചരിക്കുകയാണ്. എന്നാൽ പാവപ്പെട്ട വേദന പണക്കാരൻ അറിയുന്നില്ല. വേദന വരുന്നവനിക്ക് വേദന അറിയോ, പ്രയാസം
അറിയുന്നവൻ അറിഞ്ഞ് ജീവിച്ചവരെ പ്രയാസത്തിന്റെ മാവുകളെ വിളി പറയൂ, അതിന്റെ ഉള്ളികൾ അറിയൂ. അല്ലാത്തവൻ അറിയാൻ സാധിക്കില്ല. ചിലവൻ എല്ലാം ഞാൻ എല്ലാമാണെന്ന് ചിന്താഗതിയിൽ ജീവിക്കും. ചിലവൻ ഒന്നുമില്ലെങ്കിലും അവൻ വല്ലാത്ത തേരോട്ടം നടത്തിക്കൊണ്ട് ഞാനെല്ലാം ഉള്ളവനെന്നുള്ള കരുതലോടുകൂടി ജീവിക്കുന്നു. പാടില്ല. അള്ളാഹു തന്നതുകൊണ്ട് നമ്മൾ തൃപ്തിയടയുകയും അള്ളാഹു ചെയ്യാൻ പറഞ്ഞ ജോലികളൊക്കെ നമ്മൾ ചെയ്യുകയും ചെയ്യണം. അതെ, ഇന്നലെ തിരുരാത്രിയിൽ ഒരു സംഭവം കണ്ടു. ഒരു പ്രവാസനം കുറച്ച് കത്തിജ്വലിക്കുന്ന നമ്മുടെയൊക്കെ ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളിൽ പ്രമുഖനായ പണ്ഡിതനായ വല്ലാത്ത ഇൽമുള്ള അമലുള്ള പണ്ഡിതൻ കൃഷി ചെയ്യുകയാണ്. അതേ, പക്ഷേ ഫസാദ് വെളിവാകുന്ന ഈ കാലഘട്ടത്തിലാണ് പണ്ഡിതൻ കൃഷി ചെയ്യുന്നത്. ചിലവരതാ സ്വന്തമായി ബൈക്കുകൾ നടത്തുന്നു, കച്ചവടം നടത്തുന്നു. ആരുടെ മുമ്പിലും മരിക്കുന്ന കാലം വരെയും എന്ത് പരീക്ഷണങ്ങൾ വന്നാലും എന്ത് നിരീക്ഷണങ്ങൾ വന്നാലും തന്റെ സേവനം മറുസേവനം ചിന്തിച്ചുകൊണ്ട് റബ്ബേ ആ സേവനം വരുന്നവരെങ്കിലും സേവനം ചെയ്യണമല്ലോ. മറ്റുള്ളവരുടെ കൈനീട്ടതിന്റെ ഗതികേട് വരുത്തല്ലേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൊണ്ട് കഴിയുന്ന വേദനകളോടെ പ്രയാസങ്ങളോടെ അവൻ കഷ്ടപ്പെട്ട വേദനത്തോടെ സേവനത്തോടെ അവൻ മറ്റുള്ള തൊഴിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഇനി എന്ന് തിരിച്ചു വരുമെന്നറിയാതെ അവൻ സഞ്ചരിക്കുകയാണ്. അല്ലാഹ് പറയുന്നു, അങ്ങനെയുള്ളവർക്ക് ബറക്കത്ത് ചെയ്യും. അല്ലാഹ് പറയുകയാണ്, നമ്മൾ താഴ്ന്നിലേക്ക് ചിന്തിക്കുമ്പോൾ അല്ലാഹു നമുക്ക് ഉയർച്ചയിലേക്ക് ചിന്തിക്കുമ്പോൾ അല്ലാഹു ഉയർത്തണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് പാവങ്ങളിലേക്ക് ചിന്തിക്കണം. അപ്പോഴാണ് നമുക്ക് ഉയർച്ച വരുന്നത്, നമ്മളെക്കാൾ പാവങ്ങളിലേക്ക്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, വിനയം കാണിക്കുന്നവനെ അല്ലാഹു ഉയർത്തും. അഹങ്കാരം കാണിക്കുന്നുവോ അവൻ തഴന്താഴ്ന്നു പോകുമെന്ന് വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, അഹങ്കാരം അടിമണി തൂക്കം പോലും തരല്ലേ അല്ലാഹ്, ഉൾനാട്യം തരല്ലേ ഒന്നുമില്ലാത്തവനെ. ഞാൻ അറിവ് കുറഞ്ഞവനാണ്, ഞാൻ തഖ്വ കുറഞ്ഞവനാണ്, ഞാൻ അമലുകൾ കുറഞ്ഞവനാണ് എന്നുള്ള ചിന്തയോടെ വിജ്ഞാനങ്ങളുടെ മണിമുത്തുകൾ എനിക്ക് കുറഞ്ഞവനാണ് എന്ന ചിന്തയോടെ ഞാൻ ജീവിക്കുമ്പോൾ മാത്രമാണ്, നിങ്ങൾ ജീവിക്കുമ്പോൾ മാത്രമാണ് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ വളരെ വളരെ കലാശമായി കാരുണ്യമായി യാ റഹ്മർ റഹീമീനായ തമ്പുരാൻ നമുക്ക് കാരുണ്യങ്ങളുടെ പർദീസ് ഇങ്ങനെ തൂങ്ങരുന്നത്. അതുകൊണ്ട് റമദാൻ വരുമ്പോൾ മാത്രം കാരുണ്യം വേണമെന്ന് ചിന്തിക്കുന്നവരാകല്ലേ നാം. എപ്പോഴും റബ്ബിന്റെ റഹ്മത്ത് വേണം. അല്ലാഹുവാണ് അനുഗ്രഹം ചെയ്യുന്നവൻ. ഒരു നിമിഷം മതി അതെ, ഒരു നിമിഷം മതി എല്ലാം നഷ്ടപ്പെട്ടു പോകാൻ. ഒരൊറ്റ സമയം മതി. അതേ, ഒരു സമയം മതിയടോ എല്ലാം തകർന്നറിയാൻ. എത്ര കൊട്ടാരത്തിൽ ജീവിക്കുന്നവനും എത്ര അധികാരത്തിൽ ജീവിക്കുന്നവനും എത്ര വല്ലാത്ത ഉൾനാട്യത്തിൽ ജീവിക്കുന്നവനും അവൻ തറമറ്റമാകാൻ അവൻ ഒരു നിമിഷം മതിയേ പൊന്നേ. എത്ര പേരെ കണ്ടവരാണ് ഈ അടുത്ത കാലത്ത്. ഒരാൾ പറയുന്ന കോടീശ്വരനായ ഒരു പ്രമുഖൻ പറയുന്നു, എനിക്കും ഇല്ലാത്ത പ്രയാസം വന്നു. എന്റെ ഉമ്മ മരിച്ചപ്പോ ഞാൻ വിചാരിച്ചു എനിക്ക് പണമുണ്ടല്ലോ, അധികാരമുണ്ടല്ലോ, മുഖ്യമന്ത്രിയുമായി വല്ല ബന്ധമുണ്ടെനിക്കോ, പ്രതിപക്ഷ നേതാക്കളുമായി ബന്ധമുണ്ടെനിക്ക്, എല്ലാ സംവിധാനങ്ങളുമായി എനിക്ക് ബന്ധമുണ്ട്. എന്റെ ഉമ്മാക്ക് രോഗം വരുമ്പോ ഡോക്ടർമാർ ഏത് വേണം മാറി എനിക്ക് അയക്കാൻ കഴിയും. പക്ഷേ മരണം മയ പിടികൂടിയപ്പോ നാട്ടികക്കാരൻ പറയുകയാണ്, എനിക്ക് പ്രയാസമുണ്ടായി, എനിക്ക് പ്രതിസന്ധി ഉണ്ടായി, എനിക്ക് വേദനയുണ്ടായി. അതേ, ഏറ്റവും വലിയ പണക്കാരനായ ആ മനുഷ്യൻ അതേ വിളിച്ചു പറയുകയാണ്. പണ്ട് ഗൗരവത്തോടെ ചിന്തിക്കണേ, നമ്മൾ പണമൊന്നും അധികാരമല്ല, റബ്ബുക്കുമുൽ അഅ്ലാ എന്ന ധിക്കാരം കാണിച്ച ഭരണാധികാരി മതിയല്ലോ നമുക്ക് അഹങ്കാരത്തിന് മാറ്റാൻ. അഹങ്കാരത്തിന് മാറ്റിവെച്ചുകൊണ്ട് വേറെ വിനയത്തിന്റെ ഉന്നതമായ അവസ്ഥയിലേക്ക് നീങ്ങാൻ. അതെ, അയാൾ പറഞ്ഞതാണ്, റബ്ബുക്കുമുൽ അഅ്ലാ, എല്ലാ അധികാരങ്ങളും എനിക്കാണടാ, ഞാൻ നിങ്ങളുടെ റബ്ബാണടാ, ഞാൻ നിങ്ങളുടെ റബ്ബാണടാ എന്ന്
നബി അലൈഹിസ്സലാമിനോട് വിളിച്ചു പറയുമ്പോ ഇന്നും എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞു പോയി, ആണ്ടുകൾ കഴിഞ്ഞു പോയി, 14 നൂറ്റാണ്ടുകളും അങ്ങനെ 20 നൂറ്റാണ്ടുകളും 25 നൂറ്റാണ്ടുകളും ഒക്കെ കഴിഞ്ഞു പോയിട്ടും ഇന്നും ആ മ്യൂസിയത്തിലെന്നും ഫിർഔന്റെ ജഡം മമ്മി സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാ. ഇതിന്റെ പേരിൽ അഹങ്കരിച്ചതിന്റെ പേരിൽ അങ്ങനെ അധികരിച്ച ഫറവമാരില്ലേ, നമ്രൂദുമാരില്ലേ, ഉത്ബത്തുമാരില്ലേ, ശൈബത്തുമാരില്ലേ, അങ്ങനെ വല്ലാത്ത പണയോട്ടം നടത്തിയവർക്കൊക്കെ അവസാനം അല്ല കൊടുത്ത പണി ഒന്നുമല്ലാത്ത പണിയല്ലേ. ബാബരി മസ്ജിദിനോട് കളിച്ചവരെ, മോശമായ ചിത്രീകരണം നടത്തിയവരെ അവസാന അഹങ്കാരത്തിന്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയി, എല്ലാം ഒന്നുമല്ലാതെയായി. അല്ലേ ഖുർആൻ പറഞ്ഞത് എന്ന വിശേഷണം റബ്ബിന്റെ വസിഫുകൾ പെട്ടതാണ്. അത് എനിക്കെടുക്കാനുള്ള അധികാരമില്ല, നിങ്ങൾക്കെടുക്കാനുള്ള അധികാരമില്ല, മറ്റുള്ളവരെടുക്കാനുള്ള അധികാരമില്ല. ഒന്നുമല്ല കുത്തിപ്പിടിക്കുന്ന മണ്ണിൽ നിന്നാണെന്ന് ചിന്തിച്ചത് മനുഷ്യ. ഇന്നൽ ഇൻസാന ലഈഫാ. നിശ്ചയമായ മനുഷ്യനെ ദുർബലമായ ഒട്ടിപ്പിടിക്കുന്നതായ വീര്യത്തുള്ളികൾ നിന്നാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നില്ലേ? ചരിത്രങ്ങളിലൂടെ പഠിപ്പിക്കുന്നില്ലേ? അത് ഇബ്രാഹിം നബിയോട് കളിച്ച നമ്രൂദ്, മൂസ നബിയോട് കളിച്ച ഫിർഔന്, മുഹമ്മദ് മുസ്തഫ തങ്ങളോട് കളിച്ച അതേ അബൂ ജഹീൽ വന്ന അവസ്ഥ കണ്ടോ? ഒന്നുമല്ല. ഇല്ലായ്മയുടെ വളർന്നു വരുന്നവൻ ഉയർന്ന ഉയരങ്ങളിൽ എത്തിയുമ്പോൾ അവൻ അഹങ്കരിക്കേണ്ടില്ല, അവൻ അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. എന്നെ കൊണ്ടുവന്നത് അവൻ ഒന്നുമല്ലാത്തവൻ എന്നാ ഞാൻ ആദ്യം പഠിച്ച അലിഫ് എന്ന അക്ഷരത്തിൽ അവസാനം എന്റെ ജീവിതവും എന്റെ തുടക്കവും അവസാനം കുട്ടിപ്രായത്തിലേക്ക് പോകുന്ന ഒരു ചിന്താഗതി അതേ ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് വേണം, അതേ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിന് വേണം. ജീവിച്ചിരിക്കുന്നവനെല്ലാം ആ കാഴ്ചപ്പാടിലേക്ക് നീങ്ങേണ്ടതുണ്ട്. അതല്ലേ വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചത്, ഹദീസ് നമ്മെ പഠിപ്പിച്ചത്. വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറഹു. തൂക്കം അഹങ്കാരം ഈ ഭൂമിയോട്, ഈ മനുഷ്യരോട്, ഈ ലോകത്തോട് കാണിച്ചിട്ടുണ്ടോ? വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറഹു. അവൻ ഏറ്റവും മോശമായ ആ അവസ്ഥയിലേക്ക് എത്തിപ്പെടുമെന്നാണ്. കാക്കട്ടെ, നമ്മളെ കാക്കട്ടെ, നമ്മുടെ മനസ്സിനെ കാക്കട്ടെ, നമ്മുടെ ജീവിതത്തെ കാക്കട്ടെ. റബ്ബേ, അഹങ്കാരം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ, കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ, അസൂയ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. മറ്റുള്ളവന് വീട് വരുമ്പോ അസൂയപ്പെടണ്ട, മറ്റുള്ളവന് വാഹനം കാണുമ്പോ അസൂയപ്പെടണ്ട, മറ്റുള്ളവന് ഉള്ളവല്ലാത്തത് കാണുമ്പോ നമ്മൾ വേദനിക്കേണ്ട. എല്ലാം റബ്ബ് തരുന്നതാണ്, എല്ലാം കൊടുക്കുന്നതാണ്, എടുക്കാനുള്ള അധികാരമുണ്ട്. നമ്മളൊന്നുമല്ലാത്തവരായിരുന്നു, നടക്കാൻ പോലും ഒരാൾ ആശ്രയം വേണമായിരുന്നു എനിക്ക് നിങ്ങൾക്കും, അല്ലേ മനുഷ്യ? അതുകൊണ്ട് നമ്മൾ അഹങ്കരിക്കേണ്ട. ഇന്ന് നമുക്ക് അധികാരങ്ങൾ കിട്ടിയപ്പോ, നടക്കാൻ കഴിഞ്ഞപ്പോ, ഒരു കാലഘട്ടത്തിൽ പിടിച്ചുകൊണ്ടുപോയ, നടന്നുകൊണ്ടുപോയ, എടുത്തുകൊണ്ടുപോയ മാതാവിനെ മറന്നു പോകണ്ട. അവർക്ക് വേണ്ടി മരണപ്പെട്ടവർ നമ്മൾ മറന്നു പോകണ്ട. നമ്മൾ മരണപ്പെട്ടെന്നല്ലോ നമുക്ക് പേടിക്കേണ്ട, ചിന്തിക്കേണ്ട. നാളെ ഒരു കാലഘട്ടത്തിൽ എനിക്കും അത് വരും, മക്കൾക്കും വരും, നാട്ടുകാർക്കും വീട്ടുകാർക്കും വരും. അതുകൊണ്ട് പണമുള്ളവരും അഹങ്കരിക്കണ്ട. അതേ ഇന്നേതാ യൂസുഫ് അലി പറയുകയാണ്, ഇന്ന് പണത്തിന് വല്ലാത്ത വളർച്ചയുണ്ട്, പക്ഷേ ഈ വളർച്ചയ്ക്ക് എനിക്കിന്ന് കോട്ടം പറ്റിയിരിക്കുന്നു യൂസുഫ് അലി പറയുകയാണ്. അതുപോലത്തെ പണക്കാരൻ മുസ്ലിമില്ലല്ലോ. മുസ്ലിമീങ്ങളിൽ വേറൊരു പണക്കാരുണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു വലിയാണ്. എല്ലാ പണക്കാരുടെയും പണക്കാരനാണ്, എല്ലാ രാജാക്കന്മാരുടെയും രാജാവാണ്.